പ്ലീഡർ നിയമന വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുൻമന്ത്രി കെ ബാബു. വിവാദ നിയമനം ഒരു യുവ എംപിയുടെ ശുപാർശയിലാണെന്ന് കെ ബാബു പറഞ്ഞു. യുവ എംപിയാണ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാകില്ല. എല്ലായ്പ്പോഴും രാഷ്ട്രീയം മാത്രം പരിഗണിക്കാനാവില്ല. യോഗ്യതയും പരിഗണിക്കേണ്ടതുണ്ടെന്നും കെ ബാബു പറഞ്ഞു. ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. ഷാഫി പറമ്പിലോ അല്ല. ഞാൻ തീർത്തു പറയാം, യുവ MPമാരിൽ ഷാഫി പറമ്പിലോ അതല്ലെങ്കിൽ എറണാകുളം MP അല്ല, മറ്റൊരു യുവ MP ശുപാർശ ചെയ്തതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷേ KSUക്കാർക്ക് അഭിപ്രായം പറയുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു തർക്കമില്ല. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പേര് ഒരു യുവ MPയുടെ ശുപാർശയിലാണ് അംഗീകരിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കെ ബാബു ഒന്നും വിട്ടുപറയുന്നില്ല. 2 യുവ MPമാരുടെ പേര് പറഞ്ഞ് അവരല്ല ഏതായാലും എന്ന് കൂടി പറയുകയാണ്. ശ്രുതി, കെ ബാബു ഒരു വെളിപ്പെടുത്തൽ എന്ന മട്ടിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പല വിവാദങ്ങളുണ്ട്, അതിൽ 2 നിയമനങ്ങളാണ് ഏറ്റവും വലിയ വിവാദങ്ങളായി മാറിയത്. അതിൽ ഒരു നിയമനത്തെക്കുറിച്ചാണ് കെ ബാബു പറയുന്നത്. വിവാദമായതിൽ ഒരു നിയമനം യുവ MPയുടെ ശുപാർശയിലാണ്. യുവ MPയാണ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പേര് പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഡീൻ കുര്യാക്കോസ് MPയുടെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ജിയോണയുടെ നിയമനത്തിലാണ്, ഡീൻ കുര്യാക്കോസിന്റെ ശുപാർശയിലാണ് ആ ലിസ്റ്റിൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടത് എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. MPയുടെ പേര് അദ്ദേഹം പറയുന്നില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന്റെ ശുപാർശ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു വെളിപ്പെടുത്തലിലേക്ക് കെ ബാബു പോകുന്നു. അതിൽ ഡീൻ കുര്യാക്കോസ് MP തന്നെ വിശദീകരിക്കട്ടെ എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതായത് അദ്ദേഹം എന്താണ് ഡീൻ കുര്യാക്കോസ് അങ്ങനെ ശുപാർശ. ഞാൻ സായികുമാറിലേക്ക് കൂടി പോകുന്നു. സായികുമാർ, ഇപ്പോൾ കെ ബാബുവിന്റെ ഇതൊരു വെളിപ്പെടുത്തലായി തന്നെ കാണേണ്ടി വരും. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പഴി കേൾക്കുന്നത് ഒരു MPയുടെ ശുപാർശയിൽ ഒരു ആളെ പ്ലീഡർ നിയമനം നടത്തിയെന്നതിലാണല്ലോ. അപ്പോൾ അത് ഒരു വെളിപ്പെടുത്തലാകുന്നു. അതിന്റെ തുടർ ചർച്ചകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന സാഹചര്യമല്ലേ? നേരത്തെ നമുക്ക് അറിയാവുന്ന പോലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനം, ദേവസ്വത്തിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ശുപാർശ കിട്ടി എന്നൊരു സൂചന മുഖ്യമന്ത്രി നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതേ രൂപത്തിൽ ഒരു മറ്റൊരു ശുപാർശയും അദ്ദേഹത്തെ വെട്ടിലാക്കിയിരിക്കുന്നു. തീർച്ചയായും സ്മൃതി, കെ ബാബുവിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇനി വഴിവെക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ മാത്രം ഒറ്റതിരിഞ്ഞ് വിമർശിക്കുന്നതിൽ കോൺഗ്രസിനകത്ത് VD സതീശൻ അനുകൂലികൾക്ക് അമർഷമുണ്ട്. സ്വാഭാവികമായും അതുതന്നെയാണ് ഇപ്പോൾ കെ ബാബുവിന്റെ വാക്കുകൾ. അതായത് അത് മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നില്ല എന്നുകൂടിയാണ് ഇപ്പോൾ കെ ബാബു പറഞ്ഞത്. ആ വിവാദമായ ഒരു നിയമനം ഒരു യുവ MPയുടെ ശുപാർശയിലാണ്. ആരാണ് ആ MP എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും കെ ബാബു ആരാണത് എന്ന് പറയാതെ പറയുന്നുണ്ട്. ഒരു യുവ MP ആണത് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാകില്ല. അത് മുഖ്യമന്ത്രിയുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിരുന്നില്ല എന്നുകൂടിയാണ് ഇപ്പോൾ കെ ബാബു പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, എല്ലായ്പ്പോഴും രാഷ്ട്രീയം മാത്രം പരിഗണിക്കാൻ കഴിയില്ല, യോഗ്യതയും പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ യോഗ്യത പരിഗണിച്ചു. അതോടൊപ്പം ഒരു യുവ MP തന്നെ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാദ പ്ലീഡർ നിയമനം നടത്തിയിട്ടുള്ളത് എന്ന്. അതായത് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി നടത്തിയ ഒരു നിയമനമായിരുന്നില്ല അത് ഒരു യുവ MPയുടെ, കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടുള്ള പാർട്ടിയിലെ ഒരു MP തന്നെ ശുപാർശ ചെയ്ത പേരാണ് ആ നിയമനമായി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ തിരിഞ്ഞ് വന്നിരിക്കുന്ന വിമർശനങ്ങളെ തള്ളുക കൂടിയാണ് കെ ബാബു ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയെ മാത്രം ഒറ്റയ്ക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് ഇനി പോവുകയും ചെയ്യും. എങ്ങനെ ആ യുവ MP ഈ വിവാദ നിയമനത്തിന് ശുപാർശ ചെയ്തു എന്നതടക്കമുള്ള വിവാദങ്ങളിലേക്ക്, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇനിയുള്ള സമയത്ത് ഈ വിഷയം പോവുകയും ചെയ്യും. സ്മൃതി, ശരി. വിവാദ നിയമനത്തിൽ യുവ MPയുടെ ശുപാർശയിലാണ് നിയമനം നടന്നതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കെ ബാബു നടത്തിയിരിക്കുന്നത്.